നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. CKC ഈശ്വരമംഗലം ഗ്രൂപ്പുകാർ CKCയുടെ ബദ്ധ ശത്രുക്കളല്ലേ? ഇവനെങ്ങനെ പിന്നെ CKCയുടെ വീട്ടിലെത്തി? അത് പറയാതിരിക്കുന്ന മാത്യൂസ് നല്ലത്. അവിടെ അനിയനും ചേട്ടനും തമ്മിൽ നല്ല ഉഗ്രനടിയല്ലേ. സംഗതി സ്വത്ത് പ്രശ്നമാണ്. കണക്ക് പറഞ്ഞാല് എല്ലാം ഈ പയ്യന് അവകാശപ്പെട്ടതാണല്ലോ. ഗൗതമിനെ അവർ ഓർഫനേജിൽ നിന്ന് ദത്തെടുത്തതല്ലേ. ഓഹോ, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പിന്നാമ്പറ കഥകളുണ്ടായിരുന്നു. ഞാൻ കരുതിയത് മാത്യൂസിന് ഇതൊക്കെ അറിയാമെന്നാ. എന്തായാലും പ്രണവ് ഇപ്പൊ കമ്പനിയുടെ മേൽ ചെറുതായിട്ടൊന്ന് പിടിമുറുക്കിയിട്ടുണ്ട്. അതോടെ തന്ത്രത്തിൽ ഗൗതം അവനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അതെങ്ങനെ ശരിയാകും? ഇവന് ഈശ്വരമംഗലം ഗ്രൂപ്പിൽ അവകാശമുള്ളതല്ലേ? ഉള്ളത് പറയാലോ. സംഗതി അവിടെ ഇപ്പൊ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. ഇവൻ എൻ്റെ അടുത്ത് സഹായം തേടി വന്നു. എന്തായാലും കൂടെ കൂട്ടിയേക്കാന്ന് ഞാനും കരുതി. പക്ഷേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ചെറുക്കൻ ഫുൾ വെള്ളമാണെന്നേ. അപ്പൊ ഈശ്വരമംഗലം ഗ്രൂപ്പിന് ഇനി അധികം നാൾ നിലനിൽപ്പുണ്ടാവും തോന്നില്ലല്ലോ. ആ ഈശ്വരമംഗലം ഗ്രൂപ്പിലല്ലേ നിങ്ങൾ 100 കോടി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സംഗതി കേസും വഴക്കും പുകിലും ഒക്കെ ആവുമ്പോ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകും. എന്തായാലും ഇപ്പൊ CKC വീഡിയോ കോൾ ചെയ്താൽ നന്നായി. അല്ലാതെ പറഞ്ഞപ്പോഴും ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. എന്തായാലും ഈശ്വരമംഗലം ഗ്രൂപ്പായിട്ടുള്ള ഇടപാട് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ മാത്യൂസിന്റെ ഇഷ്ടം. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ കയറിയ അഭിപ്രായം പറയുന്നില്ല. അല്ല CKC, ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? എന്താ മാത്യൂസ്? ഈശ്വരമംഗലം ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് ഞാനൊരു തീരുമാനമെടുത്താൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ CKCക്ക് പറ്റുമോ? മാത്യൂസ് എന്താ ഉദ്ദേശിച്ചത്? തുറന്നങ്ങ് ചോദിക്കാം. CKCയുടെ പുതിയ പ്രോജക്റ്റിൽ എന്നെ കൂടി സഹകരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ മാത്യൂസ്. എന്തായാലും ഒരു കാര്യം ചെയ്യും. ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തത് പോലും അതിനു വേണ്ടിയായിരുന്നു. നാളെ എന്റെയും ജ്യോതിർമയുടെയും വിവാഹ വാർഷികം. രാവിലെ തന്നെ മാത്യു സിംഗ് വീട്ടിലേക്ക് വരണം. ആഹാ, എൻ്റെ ആശംസകൾ ഞാൻ ഒരു ദിവസം നേരത്തെ അറിയിക്കാം. ഇതുപോരാ, ആശംസകൾ നേരിട്ട് അറിയിക്കണം. എൻ്റെ പുതിയ വീട്ടിലാണ് ഫംഗ്ഷൻ. ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. എന്തായാലും നമ്മൾ പുതിയ ബിസിനസ് ഡീലിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ CKC, താങ്ക് യു. താങ്ക് യു മാത്യൂസേ, താങ്ക് യു. വെരി ഗുഡ് CKC. താങ്ക് യു. അപ്പോ എന്റെ ഐഡിയയും ചെറുതായിട്ടൊരു വിരട്ടലും ഏറ്റു അല്ലേ? ഇങ്ങനെയായിരിക്കണം ഒരു ബിസിനസ്മാൻ. വെരി ഗുഡ്. ഹലോ CKC. ആ, എന്താ വസുന്ധരേ, ഇന്നത്തെ കാര്യം മറന്നോ? ഞാൻ മറന്നതൊന്നുമല്ല. CKCയുടെയും ജ്യോതിയുടെയും 30ാമത് വിവാഹ വാർഷിക ആഘോഷം ഞാൻ എന്റെ ഫോൺ ഡയറിയിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നോ, ഒരു കാരണം എന്നോട് പറയണ്ട. എന്റെ ഈ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ ചീഫ് ഗസ്റ്റ് വസുന്ധരയായിരിക്കും. വസുന്ധര വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യൂ. അതെന്താണ് CKCക്ക് എന്റെ കാര്യത്തിൽ ഇന്ന് ഇത്ര വാശി? വാശിയല്ല, ഇതൊരു ആഗ്രഹമാണ്. കാരണം വസുന്ധരയ്ക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. എന്താ വസുന്ധരേ, വസുന്ധരയ്ക്ക് ആ സർപ്രൈസ് കാണാൻ താല്പര്യമില്ലേ? ആ സർപ്രൈസ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്രണവും ശിവാനിയും അല്ലേ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സർപ്രൈസ്? എന്താ CKC ഒന്നും മിണ്ടാത്തത്? അല്ല, ഇതെങ്ങനെ വസുന്ധര അറിഞ്ഞു? വെറുതെ ഒരു ഗസ്. സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഊഹിച്ചെടുത്തു. എന്താ, എനിക്ക് തെറ്റിയിട്ടില്ലല്ലോ? ബ്രില്യന്റ്. സമ്മതിച്ചു തന്നേ പറ്റൂ.
വസുന്ധരയുടെ ഈ കഴിവിനെ. അപ്പോ എന്റെ സർപ്രൈസ് പൊളിഞ്ഞു. എന്നിരുന്നാലും എന്റെ ഈ ഫംഗ്ഷനിലൊന്ന് പങ്കെടുത്തൂടെ വസുന്ധരയ്ക്ക്? എന്റെ പ്രണവിനും ശിവാനിക്കും അഭയം കൊടുത്തവരാണ് നിങ്ങൾ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഈ ഫംഗ്ഷൻ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും ഞാൻ